എല്ലാ കാര്യം കുറ്റം മാത്രം നോക്കി കാണുന്ന ശീലമാണ് എൻ്റെ പ്രണയിനിക്കുള്ളത്. ഇത് പ്രണയിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ അറിയോ? ആണ് പെണ്ണ് രണ്ടിനും പറയാം. ആ രൂപത്തിലാണ്. മലയാളത്തിലാകുമ്പോൾ നമുക്ക് പ്രണയിക്കുന്ന ആണ് പെണ്ണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ രൂപത്തിൽ നമുക്ക് അതിനെ ആണ് പെണ്ണ് എന്നുള്ളത് തന്നെ നമുക്ക് സെപ്പറേറ്റ് എഴുതേണ്ടി വരും മലയാളത്തിൽ എഴുതുമ്പോൾ. പക്ഷെ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം വോ അവൻ എന്നുള്ളതിനും അവൾ എന്നുള്ളതിനും വോ എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം. ഇന്ന് നമുക്ക് മിർസ അസദുല്ലാ ഖാൻ ഗാലിബിന്റെ ഒരു ഗസൽ പരിചയപ്പെടാം. ആദ്യമായിട്ട് പറയട്ടെ, ഗസൽ എന്നുള്ളത് അതിന്റെ ഓരോ ഈരടിയും തൊട്ടടുത്തുള്ള ഈരടിയുമായിട്ട്, ഈരടി എന്ന് പറഞ്ഞാൽ രണ്ട് മിശ്രകൾ ചേർന്നതാണ്. ഒരു മിശ്ര എന്ന് പറഞ്ഞാൽ ഒരു വരി. അപ്പോ ഒരു ഈരടി അടുത്ത ഈരടിയുമായിട്ട് ആശയപരമായ യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. അതേസമയം അന്ത്യപ്രാസങ്ങളിൽ എന്ന് വെച്ചാൽ അത് റബീഫ് എന്ന് പറയാം. അതായത് തൊട്ടു മുമ്പ് വരുന്ന ഖാഫിയ, ഈ കാര്യങ്ങൾ കൊണ്ട് എന്തുണ്ടാവുള്ളൂ? പരസ്പര ബന്ധിതമാകുന്നുള്ളൂ. ആശയപരമായിട്ട് സ്വതന്ത്രമാണ് ഓരോ ഈരടികളും. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ഗാലിബിന്റെ ഒരു ഗസൽ പരിചയപ്പെടാം. ഒന്നാമത് നോക്കാം. നുക്ത ചീൻ ഹേ ഗമേ ദിൽ ഉസ്കോ സുനായേ ന ബനെ, ക്യാ ബാത് ബനെ ജഹാ ബാത് ബനായേ ന ബനെ. നുക്ത ചീൻ ഹേ. ഗസലിന്റെ കാര്യം പറയും. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ കൂടുതൽ ആശയ തലങ്ങൾ, അർത്ഥതലങ്ങൾ ഗസലുകളിൽ ഉൾക്കൊണ്ടിരിക്കും. നോക്കാം, നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകും. നുക്ത ചീൻ ഹേ ഗമേ ദിൽ. നുക്ത ചീൻ ഹേ, വിമർശിക്കുന്ന സ്വഭാവമാണുള്ളത്. എന്തിനും കുറ്റം മാത്രം കണ്ടെത്തുന്ന സ്വഭാവമാണുള്ളത്. അവന് എന്നും പറയാം, അവൾക്ക് എന്നും പറയാം. നോക്കാം. ദിൽ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിലെ ദുഃഖങ്ങളെ, വ്യതകളെ, ഉസ്ക സുനായ ബനെ, ഞാൻ അവളെ കേൾപ്പിക്കാറില്ല. സർവത്ര കാര്യങ്ങളിലും കുറ്റം മാത്രം നോക്കിക്കാണുന്ന ശീലമാണ് പ്രണയിനിക്കുള്ളത്. അതിനാൽ ദിൽ ഉസ്ക സുനായ ബനെ, ഞാൻ എന്ത് ചെയ്യാറില്ല? എൻ്റെ വ്യതകളെ, എന്റെ കഷ്ടതകളെ, എന്റെ ബുദ്ധിമുട്ടുകളെ, എന്റെ പ്രയാസങ്ങളെ ഞാൻ അവളോട് അല്ലെങ്കിൽ അവനോട് ഷെയർ ചെയ്യാറില്ല. കാരണം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യും? അടുത്ത കുറ്റം കണ്ടെത്താനിരിക്കും. അടുത്ത വരി നോക്കാം. ക്യാ ബനെ ബാത് ജഹാ ബാത് ബനായേ ന ബനെ. ക്യാ ബനെ ബാത്, എന്ത്? ക്യാ ബനെ ബാത്, എന്ത് നന്നാവും? അല്ലെങ്കിൽ എന്താണ് ഇവിടെ നന്നായിട്ടുള്ളത്? ജഹാ, അങ്ങനെയുള്ള സ്ഥലത്ത്, ബാത് ബനായ ന ബനെ, ഒരിക്കലും കാര്യങ്ങളൊന്നും നേരെയല്ലാത്തിടത്ത് എന്റെ കാര്യങ്ങളായിട്ട് എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ, എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാവാത്തിടത്ത് കാര്യങ്ങളെല്ലാം എങ്ങനെ ശരിയാവും എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. നോക്കാം. അപ്പൊ എന്താണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കാമുകി എന്നറിയാം എന്ത് ചെയ്യണ എല്ലാ കാര്യങ്ങളും കുറ്റം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യതകളെ അവൾക്ക് കേൾപ്പിക്കാറില്ല, അതിനെ അവനോട് പറയാറില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ആൾക്ക് ശ്രദ്ധിക്കുമെന്ന് വെച്ചാല്, ഗസൽ എന്നുള്ളതിൽ പ്രണയം ഒരു പ്രധാന വിഷയമാണ്. അത് വ്യക്തിയോടുള്ളതാവാം, സമൂഹത്തോടുള്ളതാവാം, രാജ്യത്തോടുള്ളതാവാം, പ്രദേശത്തോടുള്ളതാവാം, ഇങ്ങനെ എന്തുമാവാം, അനന്തമാണ്. അപ്പൊ ഇവിടെ കാമുകന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ആർക്ക്? നമ്മളുടെ ഈ ഗസലിന്റെ ഗാലിബിന്, മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് എഴുതിയുള്ള ഗസലാണിത്. അദ്ദേഹത്തിന്റെ പൊതു സ്വഭാവമാണ് ഇത്. എപ്പോഴും കാമുകൻ പ്രത്യേക സ്ഥാനം കൊടുക്കും. തോറ്റു കൊടുക്കുന്ന ആളായിട്ടല്ല, അയാളുടെ ഒരു പ്രാധാന്യം എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കാം. നുക്ത ചീൻ ഹേ ഗമേ ദിൽ ഉസ്കോ സുനായേ ന ബനെ. സർവത്ര കാര്യങ്ങളിലും കുറ്റം മാത്രം നോക്കി കാണുന്ന ശീലമാണ് പ്രണയിനിക്കുള്ളത്. അതിനാൽ ഞാൻ എൻ്റെ വ്യതകളെ കേൾപ്പിക്കാറില്ല എന്ന് വെച്ചാൽ, ഇവിടെ ഇയാളുടെ ഒരു പ്രാധാന്യം എടുത്തു പറയുന്നത്, ഞാൻ അങ്ങനെ എന്ത് ചെയ്യാറില്ല, ഓളന്റെ കാര്യം പറയാറില്ല. എന്നിട്ട് അടുത്ത് പറയാണ്, എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാവൂല, പിന്നെ ഞാൻ എന്തിന്, എന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ ശരിയാവും?
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല, ശരിയാക്കാൻ മെനക്കെടാറില്ല. ഇവിടെ ഉദ്ദേശിച്ചത് ഇതിനെ നമുക്ക് ഭൗതികമായ അർത്ഥത്തിലെടുക്കാം, ആത്മീയപരമായിട്ടുള്ള അർത്ഥത്തിലെടുക്കാം. ദൈവത്തോടുള്ളതാവാം, പരാതി പറച്ചിലാവാം, വ്യക്തിയോടുള്ളതാവാം, ആരോടുമുള്ളതാവാം. ഇതിന്റെ ഉദ്ദേശാർത്ഥം കാമുകിയെ പ്രീതിപ്പെടുത്തി വിജയം വരിക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാമുകിയെ പ്രീതിപ്പെടുത്തി വിജയം വരിക്കാൻ എനിക്കാകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിലെ ബുദ്ധിമുട്ടിനെയാണ് കവി സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരർത്ഥത്തിൽ എടുക്കാം. മറ്റൊരർത്ഥത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവികമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവത്തോട് പറയണെന്ത്, കാമുകി എന്നുള്ള എന്താണ്, ദൈവം എന്നുള്ളത് എടുക്കാം. ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, ഉദ്ദേശിച്ചാൽ ഞാൻ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു, ആ പൂർണ്ണമായും ഞാൻ ദൈവത്തിന്റെ എന്താണ്, ദൈവം ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തെടുത്തിട്ട് ദൈവത്തിന്റെ പ്രീതി നേടിയിട്ട് എനിക്ക് വിജയം വരിക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മാത്രം സൽക്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ പ്രവർത്തനങ്ങളും കൊണ്ട് ദൈവത്തിന് എന്തുണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. അപ്പൊ എന്നിരിക്കെ എനിക്ക് എന്താണ്, ദൈവത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വിജയം വരിക്കാൻ സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ കാര്യങ്ങളൊന്നും എന്നെ ശരിയാകൂല, എങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും എന്താണ് ശരിയാകൂല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പരാതിയൊന്നും ഇല്ല എന്നുള്ളതാണ് മറ്റൊരർത്ഥം. ഇനി നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ അർത്ഥങ്ങൾ വെക്കാവുന്നതാണ്, മാറ്റാവുന്നതാണ്. അതിനുള്ളൊരു ഓപ്ഷൻ, ഒരു സ്വാതന്ത്ര്യം ഹാസറുകളിൽ ഉണ്ട്. അടുത്ത് നോക്കാം. मैं बुलाता तो हूं उसको मगर ये जज्बे दिल उस पे बन जाए कुछ ऐसी के बिन आए न बने. എന്താ പറയുന്നത്? मैं बुलाता तो हूं, ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മഗർ ഓസ്കോ മഗർ ये जज्बे दिल, അല്ലയോ മനസ്സിന്റെ ആ ഒരു തേങ്ങലുകളെ, മനസ്സിന്റെ വികാരമേ. മേ ബുലാത്താ തുഹും, ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്കോ മഗർ, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഉസ്പെ ബൻ വരുന്നില്ല. ഉസ്പെ ബൻ ജായി കുച്ച് ഐസി കെ ദിൻ ആയി എന്നെ ബനെ. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ശ്രമവും ഞാൻ നടത്തി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വിളിച്ചാൽ വരില്ല, സാധിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വരാതിരിക്കാൻ അവൾക്ക് സാധിക്കാതിരിക്കട്ടെ. എന്റെ കാര്യങ്ങൾ എന്താണ് ഇങ്ങോട്ട് സാധിപ്പിച്ചു തരാൻ അവൾക്ക് എന്താണ് തരാതിരിക്കാൻ അവൾക്ക് സാധിക്കാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ തീർച്ചയായും സാധിപ്പിച്ചേ ഒടുങ്ങൂ എന്ന് അവൾക്ക് തോന്നട്ടെ. ദൈവത്തോടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ എനിക്ക് എന്താണ് കിട്ടുന്നില്ല. ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് എനിക്കിത് തരാതിരിക്കാൻ സാധിക്കാതിരിക്കട്ടെ, തരാതിരിക്കാൻ കഴിയാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ ദൈവം എനിക്ക് എന്തായാലും തരട്ടെ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയും അങ്ങനെയാണത്. മറ്റൊരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യാണ്, ഇയാളുടെ ഒരു പ്രാധാന്യം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ മറ്റൊരു പ്രണയം എന്ന രൂപത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാമുകന്റെ അല്ലെങ്കിൽ കാമുകിയുടെ മാനസികാവസ്ഥയാണ്, ആഗ്രഹ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത നോക്കാം. ഖേൽ സംഝാ ഹേ കഹീ छोड़ न दे भूल न जाए काश यूं भी हो कि मेरे सताए न बने. ഖേൽ സംഝാ ഹേ, എല്ലാറ്റിനെയും ഓരോ എന്താണ് ഖേൽ കളി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ആര്? വോ കഹി ചോടുന്നത്, എനിക്കുള്ള എന്താണ് ആശങ്ക എന്താണ്, കഹി ചോടുന്നത്, ഇത് ഉപേക്ഷിച്ച് പോവാതിരുന്ന മതിയായിരുന്നു. ഭൂലിന് ജായ, മറന്നു പോവാതിരുന്നാ മതിയായിരുന്നു. കാരണം എന്താണ്, ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിരിക്കുകയാണ്.
കാഷ് യൂം ഭി ഹോ യേ ബിൻ മേരെ സതായെ ന ബനെ. എപ്പോ എനിക്കെന്താണ് ഇതുവരെ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ തമാശയായിട്ട് എടുക്കാണ്, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോ ഇതുവരെ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ എനിക്കിതൊരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതൊരു ഹരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാഷ് യൂം ഭി ഹോ. ഇയാളെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇനി അങ്ങനെ ആവാതിരുന്നെങ്കിൽ ബിൻ മേരെ സതായെ ന ബനെ, എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ അവൾക്ക് സാധിക്കട്ടെ. എനിക്ക് എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ അവൾക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ നിരന്തരം എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കാൻ അവൾക്ക് നീ തുണയേകി എന്നാണ് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, പറയുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാല് കഷ്ടപ്പാടുകളെ, ബുദ്ധിമുട്ടുകളെ എതിരേൽക്കുവാനുള്ള ആഗ്രഹമാണ് കവി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അടുത്ത് നോക്കാം. ഗൈർ ഫിർഖാ ഹേ ലിയേ യൂं तेरे खत को के अगर कोई पूछे कि ये क्या है तो छुपाए न बने. ഗൈർ ഫിർഖാ ഹേ, അന്യരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അപരൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വില്ലൻ എന്ന് നമുക്ക് പറയാം. ഗൈർ ഫിർഖാ ഹേ ലിയേ യൂं तेरे खत को के अगर. ആരാണ് ഈ ഗൈർ? ആരാണ് ഈ അന്യൻ? ആരാണ് ഈ അപരൻ എന്നൊക്കെ പറയുന്നത്? അപരൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിലധികം കാമുകന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ആളാണ് ആര്? അപരൻ. അതന്നെയാണ് റഖീബ് എന്ന് പറയുന്നത്. ഗൈർ, അപ്പൊ ഈ അപരൻ ഇതാണ്. അയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ലിയേ, എന്തുമെടുത്ത്? യൂം തെരെ ഖത് കോ കെ അഗർ തുമാരെ ഖത് കോ ലേക്കർ. നിന്റെ ഈ കത്തും എടുത്തിതാണ് ഈ അപരൻ എല്ലായിടത്തും കറങ്ങി ഇറങ്ങി നടക്കുന്നട്ടോ. कोई पूछे कि ये क्या है तो छुपाए न बने. അതുകൊണ്ട് എനിക്ക് പറയേണ്ട എന്താണ്? ഏതെങ്കിലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ कोई पूछे कि, അവരോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാ ഹെ, എന്തുകൊണ്ടായി നടക്കുന്നത്, ഇതെന്താണെന്ന് ചോദിച്ചാൽ तो छुपाए न बने, അവൻക്ക് അത് ഒളിപ്പിക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? കാമുകിയോട് ഇയാൾ ആവശ്യപ്പെടണം എന്ത്? നീ അവന് കത്തെഴുതരുത് എന്ന്. എന്ത് ചെയ്യുന്നില്ല? ഇയാൾ ഒരിക്കലും കത്തെഴുതരുത് എന്ന് നേരിട്ട് ആവശ്യപ്പെടുന്നില്ല. ഇവിടെ എന്ത് ചെയ്യാണ്? ആ റഖീബ് ഇങ്ങനെ അഥവാ ചെയ്തു പോയാൽ മാനക്കേടുണ്ടാവുന്ന നിനക്കാണ് എന്ന് കാമുകിയെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കാം. കഹ് സകെ കോൻ യെ ജൽവഗിരി കിസ്കി ഹെ, पर्द छोड़ा है उसने वो, पर्द छोड़ा है वो उसने के उठाए न बने. കഹ് സകെ കോൻ, കോൻ കഹ് സകെ, ആർക്കാണ് പറയുവാൻ സാധിക്കുക? ഈ ജൽവഗിരി കിസ്കി ഹെ, ഇത് ആരുടെ മായാജാലമാണെന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക? കാരണം എന്താണ്? പർദ ചോടാ ഹെ വോ പർദ ചോടാ ഹെ, അയാൾ ഇതാണ് ആകെ നമ്മളെ മൂടിയിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. ഉസ്നെ ഉഠായി എന്നെ ബനെ, ഈ പർദ, ഈ ഒരു കർട്ടൻ എടുത്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എടുത്ത് മാറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പർദയാണ് നമ്മളുടെ കൺമുമ്പിൽ ഇട്ടിരിക്കുന്നത്. ആര്? ദൈവം. എന്താണ്? ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ദൈവത്തിന് നമ്മളെ മനസ്സ് പോലും കാണാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിടയിലുള്ള ഈ ഒരു പർദ ഇട്ടിരിക്കുകയാണ് ദൈവം. ഇതെന്തൊരു മായാജാലമാണ്. പർദ ചോടാ ഹെ വോ, ഉസ്നെ പർദ ചോടാ ഹെ കെ ഉസ്നെ ഉഠായെ ന ബനെ. നമുക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഒരു കർട്ടൻ, ഈ ഒരു മാറ്റാൻ സാധിക്കുന്നില്ല. അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ നിശ്ചയമായും കാണുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ അർത്ഥം എങ്ങനെ പറയാം നമുക്ക്? ആർക്കറിയാം ഇതെന്തൊരു മായാജാലമാണെന്ന്? മറച്ചു വെച്ചിരിക്കുകയാണ്. ആരെ? ദൈവത്തെ തന്നെ ഉയർത്താൻ ആർക്കും സാധിക്കുന്നില്ലതാനും. എന്ന് വെച്ചാൽ ദൈവത്തെ ഈ ഒരു മറ നീക്കിയിട്ടെന്ന് കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് ഒരാൾക്കും സാധിക്കുന്നുമില്ല എന്ന്. അടുത്ത് നോക്കാം. मौत की राह न देखो के बिन आए न रहे, तुमको चाहो के न आओ तो बुलाए न बने. मौत की राह न देखो, ഞാനെന്താണ് ഞാൻ എന്തിന് മൗത്ത് കി രാഹ്, മരണത്തിന്റെ വഴി, എന്നെ തേക്കും, ഞാൻ എന്തിന് മരണത്തിന്റെ വഴിയിലേക്ക് ശ്രദ്ധിക്കാതിരിക്കും.
എന്ന് വെച്ചാൽ ഞാൻ എന്തിന് മരണത്തിനെ പ്രതീക്ഷിക്കാതിരിക്കണം. ബിൻ ആയ ബനെ, കാരണം എന്താണ്? ഞാൻ വിളിച്ചില്ലെങ്കിലും തീർച്ചയായും വരാതിരിക്കില്ല, മീൻസ് തീർച്ചയായും വരും. തുംകു ചാഹൂം കെ എന്നെ ആവോ, ഞാൻ അഥവാ ആഗ്രഹിക്കുകയാണ് നിന്നെ കുറിച്ചുകൊണ്ട്, കെ ന ആവോട്ടോ ബുലായി എന്നെ ബനെ, അതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വന്നേക്കാം, വരാതിരുന്നേക്കാം, പക്ഷെ ഒരു ഉറപ്പുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആര്? മൗത്ത്, അതെന്തായാലും വരാതിരിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? മരണത്തെയാണ് ഞാൻ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭോജ് वो सर से गिरा है कि उठाए न उठे, काम वो आन पड़ा है कि बनाए न बने. എന്താ പറയുന്നത്? ഭോജ് वो सर से गिरा है, ഒരു വലിയ ചുമട്, ഭാരം തന്നെ. സർ से गिरा है, വീണിരിക്കാണ്. കെ ഉഠായ न उठे, എത്ര ഉയർത്താൻ ഞാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കാം ആൻ പടാ ഹെ, എത്രമാത്രം ജോലികൾ വന്ന് പെട്ടുകിടക്കുകയാണ്. ബനായ എന്നെ ബനെ, ഒരു നിരക്കും എനിക്ക് ഒരു രക്ഷയും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ആ പ്രണയഭാരം തലയിൽ നിന്നും ഇറക്കി വെക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു, പക്ഷെ ഇറങ്ങുന്നില്ല. ഭാരം ഏറ്റെടുക്കാൻ ശ്രമിച്ചു, ഞാൻ ആ ഒരു പ്രണയം സാറ്റിസ്ഫാക്ഷന് വേണ്ടി ശ്രമിച്ചു, അപ്പോഴോ അതിനുമാവുന്നില്ല, ഒരു നിലക്കും ഒരു രക്ഷയും കിട്ടുന്നില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. അടുത്ത് നോക്കാം. इश्क पर जोर नहीं है ये वो आतिश गालिब के लगाए न लगे बुझाए न बुझे. ഇത് അവസാനത്തെ ഷെയറാണ്. അതിലെന്തുണ്ടാകും? കവിയോട് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ കവിയുടെ തൂലികാനാമം ഉണ്ടായിരിക്കും. തൂലികാനാമം ആരിഫിൻ്റെത് ആരിഫ് എന്നാണ്. इश्क पर जोर नहीं है कि ये वो आतिश गालिब के लगाए न लगे और बुझाए न बने. इश्क पर जोर नहीं है, ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രണയത്തിൽ നിർബന്ധിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഈ വോ ആതിശ ഗാലിബ്, ഗാലിബ് അത് അങ്ങനെയുള്ള ഒരു അഗ്നിയാണ്, അതിക്രോധമാണ്. ലഗായ എന്നെ ലഗേ, നമ്മൾ എത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. ബുജായ എന്നെ ബുജ്, എത്ര അണക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവുന്നില്ല. എന്ന് വെച്ചാൽ അല്ലയോ ഗാലിബ്, പ്രണയം അതൊരു അഗ്നിയാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നല്ല. കൊതിക്കും പോലെ കൊളുത്തുവാനും ജ്വലിക്കുന്നതിനെ അണക്കുവാനും സാധ്യമല്ല.